ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ കാലാവസ്ഥയൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയേ. അപ്പോൾ മഴയൊക്കെ അല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളിൽ. അപ്പോൾ ഇപ്പം നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണല്ലേ, എല്ലാം ഉണക്കാനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കാലാവസ്ഥയായിരുന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനോർത്ത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു ഡേ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് സ്റ്റിച്ചിങ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കായിരുന്നു കുറേ ദിവസം കൊണ്ട്. ഇപ്പോൾ നമുക്ക് തിരക്കോട് തിരക്കായിരുന്നേ, വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. നമ്മളതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റിച്ച് ചെയ്ത സൽവാറുകളൊക്കെ സാധാരണ ഒരുപാട് സ്റ്റിച്ച് ചെയ്തു, പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എടുത്തത് ആ ഒരു ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ആ ഒരു വീഡിയോ ആയിരുന്നേ. കസ്റ്റമർ വന്നപ്പോൾ അവരിട്ടിട്ട് എടുത്ത ഒരു വീഡിയോ ആയിരുന്നേ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ രാവിലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഇട്ടുകൊണ്ട് പോകാനുള്ളത്, അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ബ്രൈഡൽ ഗൗണും ഉണ്ടായിരുന്നു, അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്കൊന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ പെട്ടെന്ന് അതിനൊരു തട്ടിക്കൂട്ട് ബിരിയാണി സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്കാണ് ഇനി ദമ്മ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് ശരിയാക്കി വെച്ചിട്ട് വീണ്ടും ഇന്ന് നമുക്ക് നാളെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ ധാവണി സെറ്റാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് മദ്രാസ് ചെക്കിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതായത് കണ്ടോ, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഇൻവിസിബിൾ സിബ് വരുന്നത് ബാക്കിൽ താഴേന്ന് ഇങ്ങനെയാണ് വരുന്നത്. അടിഭാഗം നമുക്ക് കയറാൻ ഇച്ചിരി പാടായിരിക്കും. ഇത് കഴുത്ത് നമ്മൾ കയറ്റി ഇട്ടിട്ട് താഴേക്ക് വലിച്ച് ആ സിബ്ബം കിട്ടാൽ മതി. അപ്പോൾ ആ ഒരു ഇടഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുവേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ ഇതായിരുന്നു ആ ഒരു ബ്ലൗസ് വരുന്നത്. ബട്ടർഫ്ലൈ സ്ലീവൊക്കെ ആയിരുന്നു ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സ്കർട്ടിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ധാവണിയുടെ 4 സൈഡിലും, നമ്മുടെ ആ ഒരു ഷോളിൻ്റെ 4 സൈഡിലും നമുക്ക് ഈ ഒരു പീസ് ഇതുപോലത്തെ ആ ഒരു മദ്രാസ് ചെക്കിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നേ. അതുപോലെ ഈ ഒരു ബോർഡറായിട്ട്, ഈ സ്കർട്ടിൻ്റെ ബോർഡറായിട്ടും നമുക്ക് ആ ഒരു മദ്രാസ് ചെക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇച്ചിരി ഇപ്പം നേരം എടുത്ത ഒരു സംഭവമാണേ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്കർട്ടിൻ്റെ സൈഡിൽ ഇൻവിസിബിൾ സിബ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സിബ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ഇരിക്കുമേ, നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളവിടെ ആ ഒരു ഇൻവിസിബിൾ സിബ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടല്ലോ, നിറച്ച് തുണിയാണ്. കുറേ ദിവസം കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ എല്ലാം വേസ്റ്റാണ്. ഇതൊന്നും എടുത്ത് കളയാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക്. അപ്പം അതെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സെറ്റും കൂടി നമുക്ക് തയ്ച്ച് മാറിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി തീയിടണമേ. ഈ വേസ്റ്റ് തുണികളെല്ലാം ഒന്ന് തീയിടണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ധാവണി സെറ്റിൻ്റെ സൈഡിൽ നമുക്കിതുപോലെ ഒന്ന് ആ ഒരു ബോർഡർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ബോർഡർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 3 മീറ്ററായിരുന്നു കസ്റ്റമർ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ പീസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഇതുപോലെ മടക്കി ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാനത്. ഇനി നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ട് എങ്കിലും പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടാൻ നോക്കാവേ. ഇതാണ് നമ്മുടെ ആ ഒരു ഷോള് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ് ഈ ഒരു ബോർഡർ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാനിങ്ങനെ തുണി തികയുമോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഒരുവിധപ്പെട്ട കോളേജിലും സ്കൂളിലും എല്ലാം ഈ ഒരു ഓണത്തിൻ്റെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് കാണും. ആ സമയത്താണ് ഭയങ്കര തിരക്ക്. സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ഇനി നമ്മുടെ ഇനിയും ഉണ്ട്, ഓരോ പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൗസൊക്കെ ഇവിടെ ഓരോരുത്തർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി വഴിയെ ഓരോ ദിവസം അതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.
നോർമൽ സാധാ ആ ഒരു കട്ടിങ് ബ്ലൗസ് നമ്മളധികം അങ്ങനെ ചെയ്യാറില്ല, അതിന് ഹെമ്മിങ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ കസ്റ്റമർ വന്നിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും